കൊന്നിച്ചോ മീനസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ എപ്പിസോഡ് 17 ആണ്. പിന്നെ ഒരു കാര്യം, ഇനി വെറും 9 ചാപ്റ്റേഴ്സും കൂടെയുള്ള ഈ ഒരു സോളോ ലെവലിംഗ് റാഗ്നറോക്ക് കംപ്ലീറ്റ് ആകാനായിട്ട്. അതായത് കൂടിപ്പോയ ഒരു 4 എപ്പിസോഡും കൂടെയുള്ള സോളോ ലെവലിംഗ് സീസൺ 1 കംപ്ലീറ്റ് ആകാനായിട്ട്. അത് കഴിയുമ്പോൾ ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് ആണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതെന്തായാലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ സപ്പോർട്ട് ഈ വീഡിയോയുടെ അകത്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് മാത്രമല്ല, ഈ വീഡിയോക്ക് ഞാനൊരു ടാർജറ്റ് വെക്കുന്നുണ്ട്. ഒരു 1.3K ലൈക്സ് ആണ് ഈ വീഡിയോക്ക് ഞാൻ വെക്കുന്ന ടാർജറ്റ്. വളരെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ 2K ലൈക്സ് ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. സോ എന്തായാലും ഇത് വളരെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യുന്നേ ഉള്ളൂ. സോ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്ക്. പിന്നെ ഒരു കാര്യം, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്നത് എന്തായാലും ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. കാര്യം, പണ്ട് തൊട്ടേ നമ്മുടെ ചാനൽ കാണുന്ന പലരും ഇന്നും സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നത്. ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ ഒന്ന് ഗ്രോത്ത് ആകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് ഇടാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ഒരു കാറാണ് കാണിക്കുന്നത്. അതിനകത്ത് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, ഈ ഒരു സമൺ ഡിസപ്പയർ ആയി കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ പാർട്ടി എന്തോ ഒരു പ്രശ്നത്തിൽ പോയി ചാടിയെന്നാണ്. എന്തായാലും ഡഞ്ചനകത്ത് ഡിവൈസസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആ ഒരു പ്രശ്നം നമുക്ക് എന്തായാലും ഇങ്ങനെ പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ എസ്ട്രാങ് ഹണ്ടേഴ്സ് ഒന്നും ഇതിനകത്ത് ഇൻവോൾവ് ആകില്ലെന്നാണ്. സോ നിനക്കെന്ത് തോന്നുന്നു? ലീമെൻസിങ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? അല്ലെങ്കിലും നീയല്ലേ അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ വറി ചെയ്യേണ്ടത്? ലിം തേഗ്യു, എന്താടാ നീ വീണ്ടും എൻ്റെ തലയിൽ കയറാൻ പറ്റുവാണ്? അങ്ങനെയൊന്നുമല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് സത്യം പറഞ്ഞാൽ നല്ല കുശുമുണ്ടല്ലേ ആ പുതിയ എസ്ട്രാങ് ഹണ്ടർ ഞങ്ങളുടെ ഗിൽഡിൽ ചേരുന്നതുകൊണ്ട്? നീ അങ്ങനെ പറയില്ലേ. കാര്യം ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല ലോട്ട് ഓഫ് ടാലൻ്റ് ഉള്ള ഹണ്ടേഴ്സും ഉണ്ട്. അതുകൊണ്ട് നീ അങ്ങനെ പറയണ്ട. പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ ലീ മിൻസൺ കാരനാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ആര് കണ്ട് അവൻ ഇങ്ങനത്തെ കുരുത്തക്കേട് ഒപ്പിച്ച് നോക്കുമെന്ന്? ഒന്നുമില്ലെങ്കിൽ ഗിൽഡ് മാസ്റ്റർ എന്ന രീതിയിൽ ഞാൻ കുറച്ച് റെസ്പോൺസിബിലിറ്റി എടുക്കട്ടെ. എന്തായാലും ഞാനൊരു കാര്യം പറയുവാണ്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അതിൻ്റെ അകത്ത് ഇടപെടാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതൊക്കെ ഓക്കെ, ഞാൻ നിനക്ക് വാക്ക് തരുന്നു. എനിക്കല്ലെങ്കിലും മറ്റു ഹണ്ടേഴ്സിനെ വേദനിപ്പിക്കാൻ ഒരു താല്പര്യമില്ല. ഈ സമയത്താട്ടെ ആ ഡഞ്ചൻ്റെ അത് ബാക്കിയുള്ള ഹണ്ടേഴ്സ് അവിടെയുള്ള മോൺസ്റ്റേഴ്സ് ആക്കി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ അവിടുത്തെ ബോസ് മോൺസ്റ്റർ. പെട്ടെന്നാണ് ലീ മിൻസങ് അവിടേക്ക് ചെല്ലുന്നത്. പക്ഷേ ഇവനൊന്നും അനങ്ങുന്ന പോലും ഇല്ല. അല്ലെങ്കിലും എസ്ട്രാങ് ഹണ്ടേഴ്സിൻ്റെ സ്വഭാവം കാണിക്കുവാണ്. ഞങ്ങളാണ് ഇവിടെ സീനിയേഴ്സ് എന്ന് ഇവന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ. പക്ഷേ എനിക്ക് മനസ്സിലാത്തത് ലീ മിൻസങ് ആണ്. അവൻ ഈ ബോസ് മോൺസ്റ്ററിൻ്റെ റൂമിൽ കയറിയ സമയം തൊട്ട് തന്നെ നന്നായിട്ട് എന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. എനിക്ക് ഉറപ്പായിരുന്നു നിന്നെക്കൊണ്ട് ഇത് സാധിക്കുമെന്ന്. സ്റ്റാർ ഡസ്റ്റ് ഒരു ബി റാങ്ക് ഹണ്ടറിൻ്റെ മേലായിട്ടുള്ള ആരുടെ മെത്ത് വർക്ക് ചെയ്തില്ല. പക്ഷേ ഈ സ്റ്റാർ ഫ്രാഗ്മെൻറ്റ് അതെന്തായാലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നു മനസ്സിലായി. അതിനർത്ഥം ഒരു എ റാങ്ക് ഹണ്ടറിൻ്റെ മേത്ത് വരെ ഈ ഒരു സ്റ്റാർ ഫ്രാഗ്മെൻറ്റ് വർക്ക് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ലീ മിൻസങ് നന്നായിട്ട് തന്നെ ആ ഒരു ഡ്രാഗന് ഡാമേജ് കൊടുക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോകും. കാര്യം അവൾ ആദ്യമുണ്ടാണ് ലീ മിൻസങ് ഇങ്ങനെ കാണുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു മോൺസ്റ്റർ അവൻ അറ്റാക്ക് ചെയ്ത് നേരെ ദൂരത്തേക്ക് ഇടുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, സോ ഒരു എ റാങ്ക് ഹണ്ടറിന് ഇങ്ങനെ സാധിക്കുമല്ലേ? ചിലപ്പോൾ നിനക്ക് ഒരു എസ് റാങ്ക് ഹണ്ടറിൻ്റെ പവർ കിട്ടിയല്ലോ. നീ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഫ്രാഗ്മെൻ്റ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ചൂസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ട്. ഈ ടിലെ എന്ന് പറഞ്ഞ ആ ഒരു ഫ്രാഗ്മെൻറ്റിൻ്റെ മെയിൻ ബോഡിക്ക് മെയിനായിട്ട് ഒരു എബിലിറ്റി ഉണ്ട്. അതിൻ്റെ പേരാണ് ആംപ്ലിഫിക്കേഷൻ. ഒരാളുടെ യൂണീക്കുള്ള ട്രൈറ്റും വെപ്പണും എല്ലാം പുള്ളിക്കാരന് ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. ലീമൻസ് എങ്ങനെ നോക്കിയാൽ പുള്ളിക്കാരൻ്റെ മാജിക് പവറും അതേപോലെ പുള്ളിക്കാരൻ്റെ സ്ലാഷിംഗ് എബിലിറ്റിയും ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. സോ ലീ മിൻസങ് എന്നെ കാണിച്ചതാ, നിൻ്റെ ആ ബ്ലെസ്സിങ്ങിൻ്റെ പവർ എനിക്ക് കാണിച്ചതാ. നിനക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ആ ഒരു എസ് റാങ്കിൻ്റെ ഹണ്ടറിൻ്റെ പവർ നീ എനിക്ക് കാണിച്ചതാ. ഈ ഒരു സമയത്ത് ആ മോൺസ്റ്റർ നമ്മുടെ ലീ മിൻസങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഫുൾ ചാർജ് ചെയ്തിട്ട് ഒന്നും നോക്കാതെ ഒരു കിട്ടിലിന് അറ്റാക്ക് ആണ് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് ആ ഒരു ബോസ് മോൺസ്റ്ററിൻ്റെ വയറ്റിൻ്റെ അകത്തോടെ കയറി പുറത്ത് പൊട്ടിത്തെറി ഉണ്ടാക്കുന്നുണ്ട്. ഇത് കാണുന്ന നമ്മുടെ എക്സ്ട്രാ ഹണ്ടേഴ്സ് വരെ ഞെട്ടിപ്പോ. ലീ മിൻസങ്, നിനക്കധികം വലിയ ഇതൊന്നുമില്ല. ആംപ്ലിഫിക്കേഷൻ നീ യൂസ് ചെയ്ത് ഒരു സെക്കൻഡത്തേക്കെങ്കിലും നീ ഒരു എക്സ് റാങ്കിലേക്ക് എത്തിയെങ്കിലും അത് മാറിയപ്പോൾ തന്നെ അതെല്ലാം ഡിസിപ്പിയർ ആയി. അതിനർത്ഥം നിനക്ക് അതിനെക്കൊണ്ട് പറ്റത്തില്ലെന്നാണ്. ഒരു എസ് റാങ്ക് പവർ നിനക്ക് കണ്ടെയ്ൻ ചെയ്യാനുള്ള വെസൽ പവർ നിനക്കില്ല. ഈ സമയത്ത് മിഹോയ്ക്ക് അവളുടെ കണ്ണുകളെ വീണ്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവൾ പറയുന്നുണ്ട്, ഒരു എ റാങ്ക് ഹണ്ടറിന് എങ്ങനെയാണ് ഇത്ര മുതൽ ഡാമേജ് കൊടുക്കാൻ സാധിച്ചത്? അല്ല, സ്റ്റാർ ഡസ്റ്റ് എന്തായാലും ഒരു ഹയർ റാങ്ക് ഹണ്ടേഴ്സിൻ്റെ മേത്ത് വർക്ക് ചെയ്യില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. സോ അതിനർത്ഥം സ്റ്റാർ ഡസ്റ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അവൾ തിരിഞ്ഞു നോക്കാന്നതാണ് ആ ഒരു കാഴ്ച കാണുന്നത്. സംഭവം വരുന്നില്ല, ലീ മിൻസങ് നമ്മുടെ പാക് ഡൂജിൻ്റെ നെഞ്ചത്തേക്ക് ഒരു കത്തി കുത്തി ഇറക്കിയിരിക്കുമായിരുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞ്
ഞാൻ നിന്നെ പോലുള്ള നായകൾ കാരണം ബ്രെയിൻ വാഷ് ചെയ്യപ്പെടത്തില്ലെന്ന്. നീ തന്ന ഈ ഒരു പവർ ഉണ്ടല്ലോ, അതിനെന്തായാലും ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ട് അവനെ ചവിട്ടി നേരെ താഴ്ത്തി ഇടുവാണ്. ഇത് കാണുന്ന മിഹോ കിടന്ന് കാറുന്നുണ്ട്. ലീ മിൻസങ്, നീ എന്ത് ചെയ്യുവാണ്? നീ എന്തിനാണ് നിന്റെ കൂടെയുള്ള ഹണ്ടറിനെ അറ്റാക്ക് ചെയ്തത്? നീ വല്ല ഡ്രഗ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവൻ പറയുകയും ചെയ്യും, കോപ്പ്, ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും തന്നെ നടന്നില്ല. എല്ലാം എൻ്റെ എതിരെ വന്ന് നിൽക്കുവാണ്. അത് മാത്രമല്ല, എൻ്റെ തലക്കുള്ളിൽ ഒത്തിരിയധികം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അവർ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, പുറത്ത് എക്സ്ട്രാ ഹണ്ടേഴ്സും ഉണ്ട്. അവരോടൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ പറ്റത്തുള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഈ സമയത്ത് അവരിൻ്റെ എതിരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ കിടന്ന് കാറുന്നുണ്ട്. ജീവൻ വേണമെങ്കിൽ മാറി നിൽക്കാൻ നോക്കുന്നു പറഞ്ഞിട്ട് അവരെ എല്ലാവരും അറ്റാക്ക് ചെയ്തിട്ട് ലീ മിൻസങ് അവിടുന്ന് രക്ഷപ്പെടുവാണ്. ഈ സമയത്ത് പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ ഡാമേജ് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരി പറയുന്നുണ്ട്, ഹണ്ടർ എത്രയും പെട്ടെന്ന് നമ്മുടെ എക്സ്ട്രാ ഹണ്ടേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കും, പെട്ടെന്ന് തന്നെ. അങ്ങനെ അവൻ പെട്ടെന്ന് കോൺടാക്റ്റും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവൾ ശരിക്കും ഞെട്ടിപ്പോവും. കാര്യം നമ്മുടെ പാർക്ക് ഡോ ജിൻ പതുക്കെ ഉയർത്തെഴുന്നേക്കുന്നുണ്ട്. സോ അതെന്തായാലും കൊള്ളായിരുന്നു. ഒരാൾക്ക് നല്ല സ്ട്രോങ് ഉള്ള മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മിസ്റ്റ് ബോണിൻ്റെ ഡിവിനിറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കുമല്ലേ. അവരുടെ മാജിക് പവർ എത്രയാണെങ്കിലും അതൊരു പ്രശ്നമല്ല. നല്ലൊരു ഡേറ്റ തന്നെയായിരുന്നു അത്. നീ എങ്ങനെയാണ് ഇപ്പോഴും ജീവനോടിരിക്കുന്നത്? അവൻ നിന്റെ ഹൃദയത്തിലല്ലേ അറ്റാക്ക് ചെയ്തത്? ഈ സമയത്ത് അവനെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലീ മിൻസിങ് അവൻ്റെ ജീവനം കൊണ്ട് ഓടുന്നതാണ്. കോപ്പ്, എക്സ്ട്രാങ് പവർ ഞാൻ കൈക്കൊണ്ടതല്ല, ആ സമയത്ത് തന്നെ ഞാൻ ഓടേണ്ടി വന്നല്ലോ. ഇതെന്ത് കഷ്ടമാണ്. ഇനി എന്തായാലും എനിക്ക് ഹണ്ടർ അസോസിയേഷനും ക്രിം റീപ്പറും അതേപോലെ തന്നെ ആ നായ അപ്പോസ്റ്റൽസിൻ്റെ അടുത്ത് മര്യാദക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. അവരാരെയും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ട് ഓടാൻ നേരത്താണ് പെട്ടെന്ന് ഒരു ഡാഗർ വന്ന് അവൻ്റെ ഫ്രണ്ടിൽ കുത്തി നിൽക്കുന്നത്. ഇതെന്താണ്? പെട്ടെന്ന് അത് പുറത്ത് ഒരു ഇരുട്ടിന്ന് ഒരു സൗണ്ട് കേൾക്കും. ആ വലിയൊരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കുമെന്ന്. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും ഓർത്തില്ല. കാര്യം നീ തന്നെ എന്നെ തേടി വരുമെന്ന്. അതുകൊണ്ട് ഞാൻ നിന്നോട് മര്യാദക്ക് പറയുവാണ്. മര്യാദക്ക് സ്റ്റാർലെസിനെയും ഇറ്റാറസിനെ അപ്പോസ്റ്റലിനെ പറ്റി നിനക്കറിയാവുന്ന എല്ലാം പറയാൻ നോക്ക്. ലീ മിൻസങ്. അവന് സ്റ്റാർലെസിനെ പറ്റി മാത്രമല്ല ആ ഏലിയനെ പറ്റി അറിയാം. അത് മാത്രമല്ല അവനെ കണ്ടിട്ട് ബ്ലാക്ക് മാസ്കും വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇവനായിരിക്കും അവിടെയുള്ളവരെ അറ്റാക്ക് ചെയ്തത്, ബ്രോക്കിയുടെ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്തത്. അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, പണ്ടാരം ഇവിടെ പിടിച്ചു നിൽക്കാൻ സമയമില്ല. ഹണ്ടേഴ്സ് വരുന്നതിന് മുമ്പ് ഞാൻ ഇവനെ കൊന്നിട്ട് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് നേരെ സൂഹോൻ്റെ നേരെ ഒരു അറ്റാക്ക് കണ്ട് ചെയ്യുന്നുണ്ട്, സൂഹോനെ കൊല്ലാനായിട്ട്. പക്ഷേ സൂഹോ ആ ഒരു അറ്റാക്ക് തൻ്റെ കൈ കൊണ്ട് പിടിച്ചു നിർത്തും. അവൻ്റെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്തു. അതിലുപരി എനിക്കെൻ്റെ സോഡ് തിരിച്ചു വലിക്കാൻ പറ്റുന്നില്ല. ഇവൻ എത്ര സ്ട്രോങ്ങറാണ്. എന്നിട്ട് ഒന്നും നോക്കുക ഒരു കിടിലൻ കിക്കും തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ സാധ്യമായി? അവനെൻ്റെ പകുതി പോലും മാജിക് പവർ ഇല്ലല്ലോ, എന്നിട്ടും ഇതെങ്ങനെ സാധ്യമായി? അല്ലെങ്കിൽ നോർമലുള്ള ആൾക്കാർ സർപ്രൈസ്ഡ് ആകുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യം യങ് മൊണാർസിൻ്റെ മാജിക് പവർ വളരെ കുറവായിരിക്കും, പക്ഷേ പുള്ളിക്കാരൻ്റെ സ്ട്രെങ്ത് അത് ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ്. അങ്ങോട്ടുള്ള ട്രെയിനിങ് കാരണം പുള്ളിക്കാരൻ തൻ്റെ മാക്സിമം സ്ട്രെങ്തിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പുള്ളിക്കാരൻ ഫിസിക്കൽ എബിലിറ്റീസ് ഒരു എയർ റാങ്കിനൊന്നും ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റുന്നില്ല, അത്രയും അധികമാണ്. ഈ സമയത്ത് അകത്ത് നമ്മുടെ പാർക്ക് ഡൂച്ചിൻ്റെയൊക്കെ അവരൊക്കെ, അതായത് ഹണ്ടർ മീഹൊക്കെ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നാണ് പറ്റിയത്? പെട്ടെന്ന് പുള്ളിക്കാരൻ ഒരു ഫ്രാഗ്മെൻ്റ് എടുത്തിട്ട് പറയുകയും ചെയ്യും. അതൊന്നും പറഞ്ഞിട്ട് അവൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ഹണ്ടർ മീഹോ, എന്ത് സംഭവിച്ചു ഇവിടെ? അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ എസ് റാങ്ക് ഹണ്ടേഴ്സ് ആയിരുന്നു. അതായത് ചോയും ലിം തേക്കിയും അവിടേക്ക് വന്നിട്ടുണ്ട്. സോ 2 എസ് റാങ്ക് ഹണ്ടേഴ്സിനെ കണ്ടതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അതെടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ അവൻ താഴത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊരു വലിയ സൗണ്ട് കേട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ലീ മിൻസങ് ആയിരുന്നു. ലീ മിൻസങ്ങോ? അവൻ ഇത്ര വലിയ സ്കില്ലുണ്ടായിരുന്നോ? അത് തന്നെയാണ് എനിക്ക് മനസ്സിലാത്തത്. അവൻ്റെ മാന നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. എന്തോ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ അവൻ എന്തെങ്കിലും ഡ്രഗ്സ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം പാർക്ക് ഡൂജിനെ അവൻ അറ്റാക്ക് ചെയ്തു. ഇവനെ അറ്റാക്ക് ചെയ്തു, പക്ഷെ അവനെ കണ്ടിട്ട് ഇഞ്ചുറി ഒന്നും തോന്നില്ലല്ലോ. അത് പിന്നെ എനിക്ക് ചെറിയൊരു റിക്കവറി സ്കില്ലുണ്ട്. റിക്കവറി സ്കില്ലോ? അതെന്തായാലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അല്ല, നമുക്ക് ആദ്യം അവനെ കണ്ടുപിടിക്കണ്ടേ? അത് ശരിയാണ്. അല്ലല്ലേയും താങ്കൾ കേട്ടോ, അവൻ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തിരിഞ്ഞങ്ങോട്ട് നോക്കാൻ നേരത്താണ് അവരൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ ലിം തേക്യു ലീ മിൻസങ്ങിനെ തേടി പോയിട്ടുണ്ട്. കോപ്പ്, ഇത് കുറച്ച് പ്രശ്നമാണ്. എനിക്കാണെങ്കിൽ ലീ മിൻസങ്ങുള്ള ആ ലിങ്കും കട്ടായിപ്പോയി. ഞാൻ ഒരിക്കലും ഇത് എക്സ്പെക്ട് ചെയ്തില്ല. ഒരു മനുഷ്യൻ ഇത്രയധികം വലിയ പവർ റെസിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മനുഷ്യർ ശരിക്കും ഫാസിനേറ്റിംഗ് ആണ്. എനിക്ക് വിശ്വസിക്കാനും സാധിക്കുന്നില്ല അവനെ കൊണ്ട് ഇതൊക്കെ സാധിച്ചെന്ന്. എന്തായാലും ഇനി പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല, അവൻ എങ്ങനെയെങ്കിലും തീർക്കണം, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും. എന്നിട്ട് പുള്ളിക്കാരൻ കണ്ണടച്ചിട്ട് നേരെ കണ്ണ് തുറന്ന് ലീ മിൻസങ്ങിൻ്റെ കണ്ണിലൂടെ കാണാൻ പോകുന്നത് പുള്ളിക്കാരൻ ആരോട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു എസ് റാങ്ക് ഹണ്ടർ ആയിരിക്കുമോ എന്ന് പുള്ളിക്കാരൻ ആലോചിക്കുന്നിടത്താണ് നമ്മുടെ സൂഹോനെ അദ്ദേഹം കാണുന്നത്. ശരിക്കും അവൻ ഞെട്ടിത്തെരിച്ചു പോയി. ബ്ലാക്ക് മാസ്ക്, അവൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവൻ എന്തിനാണ് ലീ മിൻസങ്ങായിട്ട് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത്? അവനിപ്പോൾ ഹണ്ടർ അസോസിയേഷൻ്റെ കൂടെയാണോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ഈ ലോകത്ത് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഒന്നാമത് ഈ എസ് റാങ്ക് ഹണ്ടേഴ്സ് അവന്മാർ കുറച്ച് പ്രശ്നമാണ്. ലീ മിൻസങ് ഞങ്ങളുടെ മിസ്റ്റ് ബോണിൻ്റെ പവർ റെസിസ്റ്റ് ചെയ്തു.
അത് ഇമ്പോസിബിളാണ്, നിയർലി ഇമ്പോസിബിൾ ആയിരുന്നു. അത് കൂടാതെ ഇപ്പോൾ ഇവനും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പക്ഷേ എന്തൊക്കെയായിട്ടും എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് എൻ്റെ ചിരി നിർത്താൻ സാധിക്കുന്നില്ല. ഞാനിതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെ സുഖമായിട്ട് നിർത്താതെ ലീമിറ്റ്സ് എങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഒരു കാര്യം മനസ്സിലായി, പുള്ളിക്കാരനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന്. നീ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തേ, നിനക്ക് ആൻസർ കിട്ടിയാൽ പോരെ, ആൻസർ കിട്ടിയാൽ മാത്രം പോരെ. അല്ല, അതെന്നാ നീ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങിയത്? നീ എന്താ അപ്പോസിലിൻ്റെ അല്ലേ നീ വർക്ക് ചെയ്തത്? ആയിരുന്നു, പക്ഷേ അവൻ എന്നെ പിന്നിൽ നിന്ന് കുത്തി. ഇനി എന്തായാലും എനിക്ക് അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു താല്പര്യമില്ല. പിന്നിൽ നിന്ന് കുത്തിയെന്നോ? സോ ഇവന്മാരും തെറ്റിയെന്നാണ് പറയുന്നത്. എങ്കിൽ പറ, നീ എന്തിനാണ് സ്റ്റാർഡസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിച്ചത്? അത് പിന്നെ എനിക്കൊരാളെ കൊല്ലണമെന്നുണ്ടായിരുന്നു. ഞാൻ അവനോട് ആ കാര്യം പറയുകയും ചെയ്തു, അവൻ കൊല്ലാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. സോ അതുകൊണ്ട് നീ അവനോട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അതെ, എനിക്കൊരാളെ കൊല്ലണം, എങ്കിൽ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം എനിക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. അവനത് സമ്മതിക്കുകയും ചെയ്തു. അല്ല, നീ അവനെ കൊല്ലാനല്ലേ നോക്കുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. കൊല്ലാനല്ല, എനിക്കത് സംസാരിക്കണമെന്നുണ്ട്. സംസാരിക്കാനാ? ഒരു ഏലിയൻ നമ്മുടെ ഈ ലോകത്തിനെ ഇൻവൈറ്റ് ചെയ്തു, എന്നിട്ടും നീ എന്നെ കൊല്ലാതെ സംസാരിക്കാനാണെന്ന് നോക്കണം. നിൻ്റെ ക്യാരക്ടർ, നിൻ്റെ പേഴ്സണാലിറ്റി എല്ലാം എൻ്റെ പഴയ ഡേയ്സ് പോലെയുണ്ട്. അതായത് ഞാനൊരു ആക്ടറായിരുന്നപ്പോൾ തന്നെ. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ഈ കൈൻഡ്നെസ്സും എത്തിക്സൊക്കെ നമ്മുടെ ചോയ്സ് മാത്രമാണ് ഈ സൊസൈറ്റി നമുക്ക് തരുന്നത്. നീ കുറച്ച് ലക്ക് ആയതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഈ സ്ട്രെങ്തും ഇതൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നീ മറ്റൊരു ജീവിതത്തിനെ പറ്റി ആഗ്രഹിക്കാത്തത്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നീയും എന്നെ പോലെ എൻ്റെ അവസ്ഥയിലേക്ക് മാറിയെന്നും. അതുകൊണ്ട് ഞാനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു തരാം നിനക്ക് വേണ്ടി. അത് മാത്രമല്ല, നീ കൊല്ലാൻ നോക്കുന്ന അവനില്ല, അവൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് അവൻ എന്തോ ഒരു കേജിൽ പെട്ട പോലെയായിരുന്നു. അത് നമ്മുടെ ഇറ്റാറിൻ്റെ അപ്പോസിലാണ് സംസാരിക്കുന്നത്, ലീമിൻ സങ്. ഇനി നീ മുന്നോട്ട് സംസാരിക്കാൻ പാടില്ല. എന്തായാലും നീ ഇതുവരെ എല്ലാം ചെയ്തു, അതിനെല്ലാത്തിനും ഒരു 100,000 താങ്ക്സ്. പക്ഷേ അതെല്ലാം ഞാൻ ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ പോകുവാണ്. നമ്മുടെ ലീമിൻ സങ് ഇപ്പോൾ ഒരു കൂട്ടിലിട്ട പോലെയാണ്. എന്നിട്ട് പറയും ചെയ്യും, ഇത് നിൻ്റെ അവസാനത്തെ ഇതാണ്, ഞാൻ നിൻ്റെ ബോഡി ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തൻ്റെ കൈ അങ്ങോട്ട് മടക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ലീമിൻ സങ്ങിൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ അത് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ സൂഹയ്ക്ക് പ്രശ്നമാണെന്ന് മനസ്സിലായി. അത് മാത്രമല്ല, അത് ഇറ്റാറിൻ്റെ എനർജിയാണെന്ന് നമ്മുടെ ബെറുവും പറയുന്നുണ്ട്. നമ്മുടെ ബ്രോക്കയുടെ ശരീരത്തിൽ നിന്ന് വന്നതിനെക്കാട്ടും കൂടുതൽ ഇറ്റാറസിൻ്റെ എനർജിയാണ് ഇപ്പോൾ നമ്മുടെ ലീമിൻ സങ്ങിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്നത്. അത് മാത്രമല്ല, അവൻ്റെ ശരീരത്തിന് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ പറയുന്നുണ്ട് സുഹുവിനടുക്കെ, സോ ഇതാണല്ലേ അവസാനം? നീയാണ് ആ ഒരു സ്റ്റാർഡസ്റ്റിൻ്റെ ഫാക്ടറി അറ്റാക്ക് ചെയ്തത്, നീയാണ് ലീമിൻ സങ്ങിനെ കണ്ടുപിടിച്ചത്. എന്തായാലും എല്ലാം കൊണ്ട് ഞാൻ നിന്നെ കണ്ടുപിടിച്ചല്ലോ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ബ്ലാക്ക് മോസ്ക് ഡിസ്ട്രിബ്യൂട്ടർ എന്നും പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ലീമിൻ സങ്ങിനെ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ പാർക്ക് ഡു ജിന്നായുള്ള ഇറ്റാർത്തിൻ്റെ അപ്പോസ്റ്റാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഇനി ഒരു 9 ചാപ്റ്ററും കൂടെ കഴിഞ്ഞാൽ സോളോ ലെവലിംഗ് റാഗ്നറോക്ക് ഇവിടെ അങ്ങനെ കംപ്ലീറ്റ് ആകാൻ പോകുകയാണ്. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, കഴിഞ്ഞ് നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്.